ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഫ്രീഡത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്പെഷ്യലാണ്. നമ്മുടെ കേരളത്തിനായിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു ഫുഡുണ്ട്, പുട്ടും കടലക്കറി. അപ്പോൾ അത് നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാ സ്ഥലങ്ങളിലും അറിയപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മുടെ പുട്ടും കടലക്കറിയും. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് ഫ്രീഡത്തിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ചുണ്ടൽ കടല തലേന്ന് രാത്രി തന്നെ കുതിർത്ത് ഇങ്ങനെ വച്ചേക്കാണ്. അപ്പോൾ അതിനുശേഷം നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. കുക്കറിലിട്ടിട്ട് അതിനുശേഷം നമുക്കൊരു 3 സവാള, വലിയ സവാളയാണ്. നമുക്ക് പുട്ടായതുകൊണ്ട് തന്നെ കറി കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ നമുക്ക് സവാള കുറച്ച് കൂടുതലായിട്ട് എടുക്കണം. 3 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് നമുക്കിതുപോലെ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, നല്ല പഴുത്ത വലിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇതിനോടുകൂടെ നമുക്കൊരു 3 വലിയ അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൈവച്ച് തന്നെ ചെറുതായിട്ടൊന്ന് ഞെരടി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ഈ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും മുങ്ങി വെള്ളം പുറത്ത് നിൽക്കത്തക്ക രീതിയിൽ വേണം നമ്മളിത് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് അടുപ്പത്ത് വെച്ച് ഒരു 5 മുതൽ 8 വിസിലെങ്കിൽ അടിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ചുണ്ടൽ കടലയല്ലേ, കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ചായ ഇടുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചായ ഇടാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ചായ ഇടാനായിട്ടൊക്കെ അറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് വാച്ച് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ പാലിൽ ഒരു 300 ml വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടീസ്പൂൺ തേയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റെഡ് ലേബലിൻ്റെ തേയിലയാണ്. 2 ടേബിൾ സ്പൂൺ ഷുഗറും ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് തേയിലയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ പിന്നെ ഇതിലോട്ട് 2 ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മസാല ടീയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഇഞ്ചി, പിന്നെ ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയൊരു പട്ട, അങ്ങനെയൊക്കെ ഈ ടൈമിൽ ഇട്ട് കൊടുത്തിട്ട്, അപ്പോൾ ഇതേ പ്രൊസീജിയർ തന്നെയാണ്. ഇതേപോലെ നമുക്കൊരു 5 മിനിറ്റ് നല്ല രീതിക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ തിളപ്പിക്കാം ചായ ഒരിക്കലും തേയില ഇട്ട ഉടനെ നമ്മൾ എടുക്കാൻ പാടില്ല. ഈ പാലിൻ്റെ ഒരു ചുവയൊക്കെ ഉണ്ടല്ലോ, പച്ചമണമൊക്കെ മാറിക്കിട്ടണം. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ പവിഴത്തിൻ്റെ ഒരു 1/2 കിലോ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പവിഴത്തിൻ്റെ ആകുമ്പോൾ നമ്മുടെ ഒരു ഹോംലി ഫുഡിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ പുട്ട് നല്ല സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് നനയ്ക്കാനായിട്ട് ഞാൻ എൻ്റെ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. എൻ്റെ ഗ്ലാസിൻ്റെ അളവ് 200 ml ആണ്. അപ്പോൾ ഒരു 400 ml വെള്ളം ഞാനിതിലെടുത്തിട്ടുണ്ട്. ഇതുപോലെ നനച്ച് കുതിർത്തൊരു 10 മിനിറ്റൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതുപോലെ പൊടിയാക്കി കിട്ടും. അപ്പം നമ്മുടെ ചായ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ പദം ഉണ്ടോ, ഈ പതയൊക്കെ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അപ്പോൾ ഒന്നുകൂടെ നല്ല രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നിങ്ങൾ ചായ തയ്യാറാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും കേട്ടോ ചായ കുടിക്കാനായിട്ട്. ഇപ്പോൾ ഞാനിതെങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ചാൽ, നോർത്ത് ഇന്ത്യയിൽ പോയപ്പോൾ അവിടെയൊക്കെ ഇതുപോലെയാണ് നല്ല രീതിക്ക് ചായ തിളപ്പിച്ചിട്ട് അത് നല്ല രീതിക്ക് വെട്ടിത്തിളയ്ക്കും കേട്ടോ. കുറച്ച് ടൈമൊക്കെ അവർ നല്ല രീതിക്ക് തിളപ്പിക്കും. അപ്പോൾ ആ ചായ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുപോലെയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇങ്ങനെ ചായ ഉണ്ടാക്കുമ്പോഴും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം, ഓൾ എന്ന ഓപ്ഷൻ അമർത്തണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചായ അരിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
നല്ല ടീ ആണ് കേട്ടോ. നമ്മുടെ റെഡ് ലേബലിൻ്റെ ചായ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ 3 റോസസ് അതിൻ്റെയൊക്കെ കൊള്ളാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചായ. അടുത്തായിട്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും മതി കേട്ടോ. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് അതെടുക്കുന്നത്. പാക്കറ്റ് എണ്ണ വാങ്ങരുത് കേട്ടോ. അതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വയ്ക്കണം. കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂണാണ്, ടേബിൾ സ്പൂണല്ല, ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതുപോലെ ചെറിയ തീയിൽ വെച്ചതിന് ശേഷം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളകും എരിവ് മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എരിവൊക്കെ അവരവരുടെ മുളക് പൊടിച്ച് വച്ചിരിക്കുന്ന അറിയാമല്ലോ, അതിൻ്റെയൊക്കെ ഒരു കണക്കൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നല്ല രീതിക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ആ പച്ചമണമൊക്കെ മാറി നമുക്കൊരു ബ്രൗൺ ഷെയ്ഡിൽ കിട്ടണം നമ്മുടെ മസാല. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കറിമഞ്ഞൾ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂൺ ഗരം മസാല വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. ഫ്ലേവർ അധികമായ കടല കറിക്ക് കൊള്ളത്തില്ല, അതാ ഇങ്ങനെ ചേർത്തത്. ഒരു 1/2 ടീസ്പൂണൊക്കെ ആകുമ്പോൾ നമ്മളിവിടെ വീട്ടിൽ പൊടിച്ച് വച്ചേക്കുന്ന ഗരം മസാലയാണ്, അതുകൊണ്ട് തന്നെ ഫ്ലേവർ നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത് കേട്ടോ. ഇത് നല്ല രീതിക്കൊന്ന് നമുക്ക് എണ്ണയിൽ നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കുക്കർ വിസിലൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു 5-8 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് കടല നല്ല വേവാണ്. അപ്പോൾ നമുക്ക് ഇറക്കെ പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ ഭാഗത്തിൽ നമ്മൾ ഇട്ട ഉള്ളികളൊക്കെ ഇല്ലേ, ഇതുപോലെ വന്ന് മുകളിലുണ്ടാവും. അപ്പോൾ അത് വെള്ളം കൂടാതെ എടുത്തിട്ട് തീ നല്ല കൂട്ടി വെക്കണം കേട്ടോ. ഈ ടൈമിൽ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയം തീ കൂട്ടി വെച്ചതിന് ശേഷം വേണം ഈ സവോളയൊക്കെ നമ്മൾ ഇതിലോട്ടൊന്ന് മാറ്റണം. വെള്ളം കൂടാതെ മാറ്റണം. അതും എല്ലാം ഒത്ത് മാറ്റാൻ പാടില്ല, അല്പമായിട്ട് മാറ്റണം കേട്ടോ. ഓരോ സ്പൂണും ഇതെടുത്ത് ഇതുപോലെ ഒന്ന് ഈ നമ്മുടെ ഈ മസാലയുടെ കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് കുഴച്ചെടുക്കണം. അപ്പോഴത്തേക്ക് നല്ല ഗ്രേവി നമുക്ക് കിട്ടും. നമ്മുടെ കടലക്കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ. നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് എല്ലാം കൂടെ അതിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഓരോ മെത്തേഡും ഇതുപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കാണുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള കടലക്കറി നിങ്ങൾക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. ഇതുപോലെ എല്ലാം ഉള്ളിയും ഞാൻ എടുത്ത് അതിലോട്ട് ചേർത്ത് മസാല തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലയിൽ നമ്മൾ ചേർത്ത വെള്ളവും കടലയും മാത്രമേ ഉള്ളൂ. ഇതാ കണ്ടോ, എല്ലാം ഞാൻ ചേർത്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഉണ്ടോ നല്ല തിക്കായിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ഈ കടലയും വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഉപ്പാണ്. കറക്റ്റ് അളവിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കറക്റ്റ് അളവാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഉപ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് വേണം ഉപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കിത് കറക്റ്റ് അളവാണ്. ഇത് നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചാണ് ഇനി എടുക്കേണ്ടത്. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഇനി ഇത്. ഇപ്പം തന്നെ നല്ല കുറുകി വന്നിട്ടുണ്ടോ. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുക്കാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ ചൂടാക്കി വെച്ചിട്ട് അതിലോട്ട് കടുകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് ഒരു 2-3 കൊച്ചുള്ളിയില്ലേ അതരിഞ്ഞ് നമ്മുടെ കടുക് താളിക്കാനായിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ വട്ടത്തിലരിഞ്ഞ് ഇതുപോലെ ഒന്ന് താളിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഓരോ സ്റ്റേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചെയ്യണം കേട്ടോ, അപ്പോഴേ അതേ ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്കിതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം.
ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുകയാണ് വേണ്ടത് നമ്മുടെ കറി. കാരണം നമ്മുടെ ഈ ഉള്ളി വറുത്തതിൻ്റെയൊക്കെ ടേസ്റ്റ് നമ്മുടെ കറിയിലോട്ട് ഒന്ന് ചേരാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ കറി നല്ല തിക്കായിട്ട് ഇറച്ചിക്കറി തോറ്റു പോകും കേട്ടോ. നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയില തൂവി നമുക്കിനി വിളമ്പാനായിട്ടെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ ഇതിന്. നിങ്ങൾ തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ എന്താ പുട്ടിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഒരു റെസിപ്പിയാണ്. ഞാനിതിന് കുറച്ച് കഴിച്ച് നോക്കട്ടെ. നിങ്ങൾക്ക് ആദ്യം തരാം കുഴച്ച്. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കറി വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനൊക്കെ പറ്റും. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.